ഇന്നത്തെ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും എന്ന്. അതായത് ഇന്നലെ നമ്മൾ സ്ലാബിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോ നമ്മൾ സ്ലാബ് ഡിസൈൻ യൂസിങ് ആഡ്സ്ട്രോ എന്ന ടോപ്പിക് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു സ്ലാബ് ഡിസൈൻ അറിയാത്ത ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാത്തതാണോ എന്നുള്ളതൊന്നും ചോദിച്ചിരുന്നു. ആരുടെ സൈഡിൽ നിന്നും റെസ്പോൺസ് കാണാത്തത് കൊണ്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഓൾറെഡി സ്ലാബ് ഡിസൈനിന്റെ പോർഷൻസ് കവേർഡ് ആണെന്ന്. എന്റെ മൈക്ക് ഓഡിബിൾ ആണോ? അതുപോലെ സ്ക്രീൻ കാണാവോ എന്ന് ഒന്ന് കൺഫേം ചെയ്യണേ. ഹലോ, കേക്കാം. ഓക്കെ. സോ നമുക്ക് ഇന്നിപ്പോ നോക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം സെറ്റപ്പ് ഫയലും ഒന്ന് അപ്ഡേറ്റ് ഫയലും ആണ്. സെറ്റപ്പ് ഫയല് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുന്നതും സി ഡ്രൈവില് ഡൗൺലോഡ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതിന്റെ അപ്ഡേറ്റ് ഫയൽ റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്ന ആഡ്സ്ട്രോന്റെ വേർഷൻ എന്ന് പറയുന്നത് 25.3.2.2 ആണ്. അതായത് ഇയർ 25 മന്ത് 3 മാർച്ച് 22 ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ആണിത്. ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്കിപ്പോ മെയിൻ ആയിട്ട് സ്ലാബ്, ബീം, കോളം, ഫൗണ്ടേഷൻ, ജിയോടെക് അതുപോലെ കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനുള്ള ലൈസൻസ് അല്ലെങ്കിൽ 15 ഡേയ്സ് ഫ്രീ ട്രയൽ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത 15 ഡേയ്സ് ഫ്രീ ട്രയൽ യൂസ് ചെയ്യാം. അതിനുശേഷം യൂസ് ചെയ്യണമെന്നെങ്കിൽ പെയ്ഡ് മെമ്പർ ആയിരിക്കണം. സ്റ്റുഡൻസ്, അതായത് സ്പെഷ്യലി സെയിന്റ് കിറ്റ്സിന്റെ സ്റ്റുഡൻസിന് നമുക്കത് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ ഫ്രീ ഓഫ് കോസ്റ്റ് തരുന്നുണ്ട്. അതിനൊരു ഐഡിയും പാസ്വേഡും ഞാൻ തരാം. അത് ആഫ്റ്റർ 15 ഡേയ്സ് ട്രയൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അത് ആക്ടിവേറ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങളൊന്ന് 15 ഡേയ്സ് ട്രയൽ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് അത് യൂസ് ചെയ്യാം. അതെല്ലാ സോഫ്റ്റ്വെയർസിനും 15 ഡേയ്സ് ട്രയൽ ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക സ്ലാബിന്റെ ഡിസൈൻ ആയിരിക്കും. ഇനി പൊതുവെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിന്റെ അകത്ത് ഹൗ ഡു ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സാധാ ഹെൽപ്പ് ബട്ടൺസിനേക്കാൾ ഡിഫറെന്റ് ആയിട്ട് ഇവിടെ ബീം, സ്ലാബ്, പുഡിങ്ങിന്റെ ഒക്കെ ഡിസൈൻ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡിസൈൻ സെയിം ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നത്. സോ സോഫ്റ്റ്വെയറിൽ ഏതാണ് ഡിസൈൻ മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് റീഡ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിലൊരു 1-2 ഡിസൈൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് സ്ലാബിന്റെ. ആദ്യം ഒരു സാധാ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്നുള്ള രീതിയിൽ ചെയ്തേക്കുവാണ്. നെക്സ്റ്റ് ഒരു കാൻഡിലിവർ സ്ലാബ്. 2 കേസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 2 കേസ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, സ്ലാബ്, ഡിസൈൻ, ഡീറ്റെയിലിംഗ്, PVS 3 ഓപ്ഷൻസ് ആണുള്ളത്. ആദ്യം ഡിസൈൻ ചെയ്യാം, പിന്നെ അത് ഡീറ്റെയിൽ ചെയ്യാം, ഫൈനലി അതിന്റെ BVS സ്കാൻ ചെയ്യാം. സോ ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആദ്യം ഡിസൈൻ പഠിപ്പിക്കും, ഡീറ്റെയിലിംഗ് പഠിപ്പിക്കും, ഫൈനലി എന്താ BVS സ്കാനിങ്. അതായത് സൈഡിലേക്ക് നമ്മൾ ബാർ ബെൻഡിങ് ഷെഡ്യൂള് കൊടുക്കുന്നതും വരേക്കും പഠിപ്പിച്ച് നിർത്തും. ഓക്കെ, ഇനി സ്ലാബ് ഡിസൈനിന്റെ പോർഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കുക. അതിൽ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ഓപ്പൺ ആയി കിട്ടും. മേലിൽ നിങ്ങൾക്ക് കാണാം റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാനും ക്ലോസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ളും നമ്മൾ ഈ ഒരു വിൻഡോന്റെ അകത്താണ് ഫില്ല് ചെയ്യുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ലോഡ്, അത് കഴിയുമ്പോൾ സ്ലാബിന്റെ എൻഡ് കണ്ടീഷൻസും സപ്പോർട്ടും ബാക്കി കാര്യങ്ങളുമാണ്. റൈറ്റ് സൈഡിൽ റിസൾട്ടിനൊപ്പം ഉള്ള ചെക്കുകളുമാണ്. അത് ഷിയർ കൺസിഡർ ചെയ്യുന്നുണ്ടോ, പിന്നെ ഡിഫ്ലക്ഷനോ. ഓക്കെ, ടോർഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ. ടോർഷൻ 0 ആണെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഡെഡ് ലോഡ്. ആദ്യം ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് സ്ലാബിൽ ഡെഡ് ലോഡ് കണ്ടുപിടിക്കുന്നത്. കാര്യം അത് ഏരിയ ലോഡായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് യൂണിറ്റ് കാണാം, kN/m²ലാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ ഡെഡ് ലോഡ് നിങ്ങൾക്ക് സ്ലാബിന്റെ തിക്നെസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ 110 എന്നുള്ളത് മാറ്റി 150 ആക്കിയാൽ 3.75 അതിന്റെ ഇത് മാറി. ഇനി ഇത് മാറ്റി ഇത് 200 ആക്കിയെന്ന് വിചാരിച്ചു. 200 ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിന്റെ ലോഡ് kN/m² എത്രയാണോ അത് ചേഞ്ച് ചെയ്ത് കാണിക്കും. സോ ടു സ്റ്റാർട്ട് നമ്മൾ 110 ലോഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫിനിഷസ് നമ്മൾ സ്ലാബിന്റെ മുകളിൽ എത്ര ലെയർ തിക്നെസ്സിൽ എത്ര കനമുള്ള ഫിനിഷർ യൂസ് ചെയ്യുന്നതാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ 1.5 എന്നാണ് ഫിനിഷസിലോട് എടുക്കാറ്. അതിപ്പോ വരുമ്പോഴത്തേക്കും 60 mm തിക്നെസ് ഉള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് 1.5 kN ലോഡ് വരാം. അങ്ങനെ ഫില്ല് ചെയ്യാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് 0 ആക്കിയിട്ട് നേരിട്ട് ഫിനിഷസിന്റെ ലോഡ് വാല്യൂ 1.5 ആയിട്ട് നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യാൻ ഞാൻ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യാറ് യൂഷ്വലി. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ഡെഡ് ലോഡ്, ഫാക്ടർ ഡെഡ് ലോഡ്, അത് സ്ലാബിന്റെ വെയിറ്റും ഫിനിഷസ് ലോഡും കൂടി ആഡ് ചെയ്ത് 6.375 ആണ് വന്നേക്കുന്നത്. ഇനി കോൺസെൻട്രേറ്റഡ് ലോഡ്, അതായത് പോയിന്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലുള്ള കേസ്, നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ വാല്യൂ, അത് ആക്ട് ചെയ്യുന്ന എക്സ് ഡിസ്റ്റൻസിന്റെ വാല്യൂ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ, അതുപോലെ കോണ്ടാക്ട് വിഡ്ത്ത്, എത്ര ഏരിയയിലാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ അതിന്റെ ലോഡും കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഇൻ കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരും. നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റഡ് ലോഡ് നമുക്ക് അങ്ങനെ ജനറലി ഉണ്ടാവാറില്ല. റയർ കേസുകളിൽ ഇപ്പോൾ ഒരു ചാൻഡിലിയർ ഒക്കെ തൂക്കിയിടുന്ന ഒരു സ്ലാബിന്റെ കേസൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് യൂഷ്വൽ അത് വരാറ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പോർഷൻ ഞാൻ കവർ ചെയ്യുന്നില്ല, ജനറൽ സ്ലാബ്സിന്റെ കേസ് മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് കൗതുകമുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് എന്നോട് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ഇനി വരുന്നത് ലൈവ് ലോഡ്. ലൈവ് ലോഡ് വരുമ്പോൾ ഓരോ റൂമിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് അതിന്റെ ലോഡ് വാല്യൂ മാറും. റെസിഡൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി 2 to 2.5 കിലോമീറ്ററിൽ കൂടുതലൊന്നും കൊടുക്കാറില്ല. അത് തന്നെ ബെഡ്റൂംസിനൊക്കെ. ടോയ്ലറ്റ്സും ബാൽക്കണീസും വരുമ്പോൾ 4 കിലോമീറ്റർ വരെയൊക്കെ പോവാറുണ്ട്. ഇനി ഇത് റെസിഡൻഷ്യൽ നിന്ന് മാറിയിട്ട് കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ IS കോഡിൽ IS 875 അനുസരിച്ച് നമ്മളത് എത്രയാണോ കൊടുക്കേണ്ടതെന്ന് റെഫർ ചെയ്ത് തന്നെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. റൈറ്റ് നോ ഞാനിത് 2 ആയിട്ട് എടുക്കുവാണ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് വാല്യൂ ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്യാം. യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് 1.5 ടൈംസ് ആണ്. സോ അത് തന്നെ ഇവിടെ ഫില്ല് ചെയ്തേക്കുന്നത്. സോ ലോഡിങ്ങിന്റെ സൈഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് സ്ലാബ്. സാധാ സ്ലാബും കാൻഡിലിവർ സ്ലാബും നമുക്ക് ചെയ്യാം. അതുപോലെ സർക്കുലർ, സിമ്പിൾ സപ്പോർട്ടഡും ഫിക്സ് സപ്പോർട്ടഡും ഈ കേസസ് ഒക്കെ ഉണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യുക സാധാ സ്ലാബിന്റെ കേസ് ആയിരിക്കും. ബാക്കി നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ സ്ലാബിന്റെ ഡെപ്ത് കോൺസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ ആസ് പെർ സ്പാൻ നമ്മൾ ഓട്ടോമാറ്റിക് എടുക്കണോ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഞാനിപ്പോ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുവാണ്. ഞാൻ സ്പെസിഫൈ ചെയ്ത വാല്യൂവിന്റെ റിസൾട്ട്സ് ആണ് എനിക്ക് കാണേണ്ടത്. ഇനി ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ടത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആണോ ലോങ് ടേം ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളത്. ഷോർട്ട് ടേം ആണ് ഞാനിപ്പോ നോക്കുന്നത്. ലോങ് ടേം നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി നെക്സ്റ്റ് വരുന്നത് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട്, അതായത് ബീം അല്ലെങ്കിൽ സപ്പോർട്ട് വരുന്ന എന്താണോ എലമെന്റ് അതിന്റെ വിഡ്ത്ത്. ഞാൻ അസ്യൂം ചെയ്യുന്നത് 200 വിഡ്ത്ത് ഉള്ള ഒരു ബീമിന്റെയാണ്. സോ ഇറ്റ് ഇസ് 200. ഇനി വരുന്ന കാര്യം നെക്സ്റ്റ് LXും LYയും ഫില്ല് ചെയ്യുക, അതായത് ലെങ്ത്തും വിഡ്ത്തും. ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LY ആദ്യം ഫില്ല് ചെയ്തിട്ട് പിന്നെ LX ഫില്ല് ചെയ്യുന്നത് നല്ലത്. ഞാൻ ഇപ്പൊ ഇതിൽ ഡിഫോൾട്ട് വാല്യൂ എടുക്കുവാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് മാറ്റി കിട്ടുന്ന നോക്കാം കേട്ടോ. പിന്നെ വിഡ്ത്ത്, ഇത് വിഡ്ത്ത് ഓഫ് സ്ട്രിപ്പ് ആണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്ട്രിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സ്ലാബിന്റെ ഒരു സ്ട്രിപ്പ് എടുത്ത് ആ സ്ട്രിപ്പിലുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് സ്ട്രിപ്പിനെ ഒരു ബീം സ്ട്രിപ്പ് ആയിട്ട് എടുത്തിട്ട് 1000 വിഡ്ത്ത് ഉള്ള അല്ലെങ്കിൽ ഒരു 1 മീറ്റർ വിഡ്ത്ത് ഉള്ള ഒരു സ്ട്രിപ്പായി കൺസിഡർ ചെയ്ത് അതിന്റെ മൊമെന്റ് കണ്ടുപിടിച്ച് അങ്ങനെയാണ് സ്ലാബ് ഡിസൈൻ വരുന്നത്. ആക്ച്വലി ആ സെയിം പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര വിഡ്ത്ത് ഉള്ള സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അത് ബൈ ഡിഫോൾട്ട് 1000 ആണ്. അത് ചേഞ്ച് ചെയ്യുന്നത് റെയർ കേസുകളിൽ മാത്രമേ വരാറുള്ളൂ. കാരണം ഒരിക്കലും നമുക്ക് സ്ലാബിന്റെ LX 1000 താഴെ പോയി എന്നുള്ള കേസ് വരാറില്ല. അത്രയും ചെറുതൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ കനാൽ സ്ലാബ്സ്, ഡ്രെയിനേജ് സ്ലാബ്സ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കേസുകളിലേക്ക് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വരുന്നത് നോമിനൽ കവർ. ഇത് ഞാൻ പറഞ്ഞിരുന്നു എക്സ്പോഷർ കണ്ടീഷൻസ് അനുസരിച്ച് അതുപോലെ ഫയറിന്റെ സേഫ്റ്റി റിക്വയർമെന്റ്സ് അനുസരിച്ചാണ്. 30 യൂസ് ചെയ്യാം, 25 യൂസ് ചെയ്യാം. ജനറലി ഞങ്ങൾ 25 ആണ് യൂസ് ചെയ്യാറ്. ഇനി ഡയമീറ്റർ ഓഫ് ബാർ. പണ്ട് 6mm ഡയ തൊട്ട് യൂസ് ചെയ്ത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോ ജനറലി സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന 8mm ഡയ വെച്ചിട്ടാണ്. സാധാ വീടുകൾക്കൊക്കെ 8mm തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്പേസിങ് വളരെ കൺജസ്റ്റഡ് ആണെങ്കിൽ മാത്രം നമ്മൾ 10ലോട്ടും 12ലോട്ടൊക്കെ മാറുകയുള്ളൂ. ഇനി വരുന്ന ലോഡ്, ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് അനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വാല്യൂ കയറി വന്നോളും. നമുക്ക് പിന്നീട് എന്തെങ്കിലും മാറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇപ്പൊ ഈ എൻ്റർ ചെയ്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നേരെ എക്സിക്യൂട്ട് കൊടുക്കാം. എക്സിക്യൂട്ട് കൊടുക്കുന്നതിന് ഒരു കാര്യം കൂടിയുണ്ട്, എഡ്ജ് കണ്ടീഷൻസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടിന്യൂസ് എഡ്ജ് ആണെങ്കിൽ ഗ്രീൻ കളറും ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എഡ്ജ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആകും.
എന്ന രീതിയിൽ ഞാനിപ്പോ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക ഒരു കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് സ്ലാബ് ാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ സൈഡും ഗ്രീൻ ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുവാണ്. ഇനി എക്സിക്യൂട്ട് കൊടുക്കുക. എക്സിക്യൂട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ടെൻസൈൽ ഫോഴ്സിന്റെ വാല്യൂ, ഇവിടെ കുറച്ച് വാല്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് റിക്വയർഡ് AST എത്രയാണ്, പ്രൊവൈഡ് ചെയ്തേക്കുന്ന AST എത്രയാണെന്ന് കാണിക്കും. പ്രൊവൈഡ് ചെയ്തേക്കുന്ന AST എന്ന് പറയുന്നത് 8 ഡയയില് 289 സ്പേസിങ്. പിന്നെ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 200-ൽ കൂടുതൽ റീബാർ സ്പേസിംഗ് വെക്കാറില്ല. അത് മെയിൻ ആയിട്ട് ഈ ഷ്രിങ്കേജ് ക്രാക്കും ബാക്കി ക്രാക്സിന്റെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു 200 കീപ്പ് ചെയ്യുന്ന കുറച്ചും കൂടി ബെറ്റർ എന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് 200 ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒന്ന് ഇതിനെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൊമെന്റ് ഒന്ന് ഇത്തിരി കൂടുതലാക്കി വെക്കുക. അതായത് ഒരു മൊമെന്റ് 10 kN മീറ്റർ എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ എത്രയാണ് സ്പേസിംഗ്? എനിക്ക് 166 ആണ് സ്പേസിംഗ് വരാം. 10 പകരം ഒരു 8 ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ 200 അടുത്തുള്ള ഒരു വാല്യൂ. അപ്പൊ 8 kN വരേക്കും, kN വരേക്കും ഉള്ള മൊമെന്റ്സ് ഈ ഒരു സ്ലാബിന് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ സൈസും എൻ കണ്ടീഷനും ആണെങ്കിൽ മാത്രം. ഇനി ഇവിടെ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് 81 കിട്ടുന്നുണ്ട്. മൊമെന്റ് ലിമിറ്റിംഗ് മൊമെന്റ് 26 വരുന്നുള്ളൂ. അങ്ങനത്തെ കാര്യം നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് 8ഉം ലിമിറ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് 26ഉം ആണ്. സോ നല്ലൊരു മാർജിൻ ഉണ്ട്. പിന്നെ നമുക്ക് 8 at 200 ആണ് റീബാർ കൊടുക്കേണ്ടത്. അതായത് നമുക്ക് ഇവിടെ 20 വരേക്ക് നമുക്ക് ഈ മൊമെന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാം, 26 വരെയൊക്കെ കൂടാം. പക്ഷെ ഇപ്പൊ ഇത്രയും കൂടുമ്പോൾ 76 സ്പേസിംഗ് ഉള്ളൂ. ഇത് 26ലേക്ക് അടുത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് സ്പേസിംഗ് വളരെ കുറഞ്ഞു. അപ്പൊ കഷ്ടിച്ച് വൈബ്രേറ്റർ ഇറങ്ങുന്ന ഒരു തിക്നെസ്സിലേക്ക് അത് മാറിപ്പോകും. അതിനും നല്ലത് നമ്മൾ അത്രയും ഇതിലേക്ക് പോവാണ്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഡെപ്ത് കൂട്ടുക, അല്ലെങ്കിൽ റീബാർ ഡയ മാറ്റുക. 10ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്പേസിങ് കൂടി കിട്ടും. സോ ഒരു 100-ന് താഴെ പോവാതിരിക്കുന്നതാണ് ജനറലി നല്ലത്. തീരെ ഒഴിച്ചുകൂടാത്ത കേസ്, അതായത് എക്കണോമി കൺസിഡർ ചെയ്യുമ്പോൾ തീരെ ഒഴിക്കാൻ പറ്റില്ല, നമുക്ക് അത്രയും ഡയ റീബാർ പോകാൻ പറ്റില്ല, 8 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കേസ്, അതായത് ഇപ്പൊ സൈറ്റിൽ 8 mm കമ്പി കുറെ അവൈലബിൾ ഉണ്ട്, നമ്മൾ അത് വെച്ച് സ്ലാബ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഗിവൻ കണ്ടീഷൻസിന് നമുക്ക് 8 mm ആണെങ്കിൽ സ്പേസിങ് ഒരു 90 വരെയൊക്കെ പോകേണ്ടി വരും എന്ന കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് പ്രൊസീഡ് ചെയ്യാം. പക്ഷെ എക്കണോമി വൈസ് ഞാൻ നോക്കുവാണെങ്കിൽ കമ്പി കുറയുന്നതും കോൺക്രീറ്റ് കൂടുന്നതുമായിരിക്കും എക്കണോമിക്. പക്ഷെ എപ്പോഴും അല്ല, ചില കേസിൽ അത് എക്കണോമിക് ആവാതെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് സ്റ്റീലിന്റെയും കോൺക്രീറ്റിന്റെയും മാർക്കറ്റ് പ്രൈസിന് ഡിപ്പെൻഡ് ചെയ്യും. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ഒരു റഫ് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും ഞാൻ സ്റ്റീൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് എക്കണോമിക് ആണോ അൺഎക്കണോമിക് സെക്ഷൻ ആണോ വരുന്നത്. നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും, സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്തിനാണ് എക്കണോമിയെ കുറിച്ച് വറീഡ് ആവുന്നത്. സിമ്പിൾ, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു 90% ക്ലയൻസും സാധാ വർക്കിംഗ് ക്ലാസ്സിലെ ആളുകളായിരിക്കും. അവർക്ക് എക്കണോമി ഒരു വലിയ ഫാക്ടർ ആയിരിക്കും. അവർക്ക് എക്കണോമിക് അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവർ നെക്സ്റ്റ് ടൈം നമ്മൾ അപ്രോച്ച് ചെയ്യില്ല. ഈവൻ ആ ടൈം തന്നെ പകുതി പൈസ വന്നിട്ട് വർക്ക് വേറെ ആൾക്ക് കൊടുക്കും. കാരണം എക്കണോമി എന്ന് പറയുന്നത് അവരുടെ ബഡ്ജറ്റ് ഇപ്പൊ ഒരു 50 ലക്ഷം രൂപ വെച്ച് ഒരു വീട് പണിയാൻ വരുന്ന ഒരാൾക്ക് സ്ലാബിന്റെ കമ്പിയുടെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ എക്കണോമി മാറും. അപ്പൊ അയാൾക്ക് സ്ട്രക്ചർ 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ പുള്ളി സ്ട്രക്ചർ പണിയാനായിരിക്കില്ല 50 ലക്ഷം രൂപ. അതിനകത്ത് അയാൾക്ക് ഇന്റീരിയർ ചെയ്യണം, ബാക്കി കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സോ അയാളുടെ ബഡ്ജറ്റിൽ അയാൾക്ക് സേവ് ചെയ്യാൻ നോക്കുമ്പോൾ സ്ട്രക്ചറിന്റെ എക്കണോമി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ അത് നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇത്തരം കമ്പി അധികം കൊടുത്താൽ അയാൾക്ക് ലാഭമായിരിക്കും നഷ്ടമായിരിക്കും. റഫ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് മാത്രം ഡിസൈൻ എപ്പോഴും കൊടുത്താൽ അത്രയും നല്ലത്. സ്ലാബ് മാത്രമല്ല, പൊതുവെ നിങ്ങളുടെ സ്ട്രക്ചർ ഡിസൈൻ അങ്ങനെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്നും വർക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈച്ചയായിട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, ഇനി വരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ നമ്മളിപ്പോ ഡയ മാറ്റിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മൊമെന്റ്, കാൽക്കുലേറ്റഡ് മൊമെന്റ് വെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ ടിക്ക് ചെയ്ത് വെക്കുന്നത്. അൺടിക്ക് ചെയ്ത് നമുക്ക് മൊമെന്റ്, ഇപ്പൊ നിങ്ങൾക്ക് മൊമെന്റ് ഓൾറെഡി ഇൻ ഹാൻഡ് ഉണ്ട്, ലോഡിനേക്കാൾ ലോഡ് ആഡ് ചെയ്യേണ്ട, ലോഡ് നോൺ ആണ്, മൊമെന്റും നോൺ ആണെങ്കിൽ മൊമെന്റ് വാല്യൂ നേരെ ഇത്രയും മാത്രം ഫില്ല് ചെയ്തിട്ട് മൊമെന്റ് വാല്യൂ നേരെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല മൊമെന്റ് അൺനോൺ ആണ്, ലോഡ് മാത്രം അറിയുള്ളൂ എങ്കിൽ അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രൊസീജിയർ. ലോഡുകളെല്ലാം ഫില്ല് ചെയ്ത് ഡയമെൻഷൻസും സപ്പോർട്ട് കണ്ടീഷൻസും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം എക്സിക്യൂട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്.
ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഇടയ്ക്കൊന്ന് കട്ടായിരുന്നു. കേക്കാം ഹലോ, കേക്കാം. ഓക്കെ. സോ എക്കണോമിയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഡിസൈനിൽ ലോഡ് അവൈലബിൾ ആണോ ആണെങ്കിൽ അങ്ങനെ ഫിൽ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. അല്ല മൊമെന്റ് അവൈലബിൾ ആണെങ്കിൽ ഈ കാൽക്കുലേറ്റ് അൺടിക്ക് ചെയ്തിട്ട് ഫിൽ ചെയ്യാം. എക്സിക്യൂട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഷിയർ കൺസിഡറേഷൻ, ഷിയറിന് സേഫ് ആണോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായി ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഷിയർ എൻഹാൻസ്മെന്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആ സെക്ഷന് മാക്സിമം എടുക്കാവുന്ന ഷിയറിനെ എൻഹാൻസ് ചെയ്യാം. ഇതെന്താണെന്നുള്ളത് ഞാൻ IS കോഡ് വെച്ച് അടുത്ത ദിവസം പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക് അല്ല, ഇത് ഇൻഡെപ്ത് പഠിച്ചിരിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇത് ടച്ച് ചെയ്യുന്നില്ല, ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം പറഞ്ഞുതരാം. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാല് ഡിഫ്ലക്ഷൻ. ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് ഈ ഒരു സ്ലാബിന്റെ ഈ കണ്ടീഷൻസ് വെച്ച് ഡിഫ്ലക്ഷൻ എത്ര വാല്യൂ വരും എന്ന് കാണാം. ഇപ്പൊ ഇവിടെ വാല്യൂസ് ആസ് പെർ മീറ്റർ വിഡ്ത്ത്, അതായത് ഇത്ര MM ഡിഫ്ലക്ഷൻ ഉണ്ട്. ഇത് സേഫാ, ഇതിന് പേടിക്കാനില്ല. ഇത് അൺസേഫ് ആവുന്ന കണ്ടീഷൻ ഒന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ലോഡ് ഒന്ന് കൂട്ടിയിട്ട് കാണിച്ചു. ഇതിപ്പോ 9 അല്ലേ, 30 ഇട്ടോ നോക്കാം നമുക്ക്. കണ്ടോ, ഡിഫ്ലക്ഷന് അൺസേഫ് ആണ്, അതായത് ലോഡ് ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ ഡിഫ്ലക്ഷൻ ഭയങ്കര ഹയർ ആണ്. അതായത് ഇപ്പൊ ഇവിടെ 20 വന്നു. 20 എന്ന് പറയുമ്പോൾ നമുക്ക് 20 mm കൂടുതൽ ഡിഫ്ലക്ഷൻ പാടില്ല. ആസ് പെർ കോഡ് ഡിഫ്ലക്ഷൻ L/250 കൂടുതൽ ആവാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യാവുന്ന വെച്ചാൽ ഒന്നില്ലെങ്കിൽ കമ്പി കൂട്ടി നോക്കാം. ഇത് 12 കമ്പി ഇട്ട് നോക്കാം. ഡിഫ്ലക്ഷൻ എന്താണ്, വലിയ വ്യത്യാസം ഒന്നും വരുന്നില്ല. ഞാൻ അത് 20ന്റെ കമ്പിയാക്കി നോക്കാം. ഇപ്പൊ ഒന്ന് മാറി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആകെ 110 mm ഉള്ളൊരു സ്ലാബിന് അത് 20ന്റെ കമ്പിട്ട് വരുമ്പോ എന്ന് പറയുമ്പോ ലിവറാം ഒട്ടും കിട്ടത്തില്ല. അപ്പൊ അത്രയും കുറവ് ലിവറാം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഈ സെക്ഷൻ ഒട്ടും എക്കണോമിക് അല്ല. ഒരു സ്ലാബിന് ഒരിക്കലും നമ്മൾ 20ന്റെ കമ്പി ഇടാറില്ല. ഞാൻ ജസ്റ്റ് ഒരു അതിശോക്തിക്ക് മാത്രം ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. യൂഷ്വലി നമ്മൾ 8ന്റെ അല്ലെങ്കിൽ 10ന്റെ മാക്സ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. 8ന്റെ കമ്പി ഇട്ടിട്ട് എങ്ങനെ ഈ സെക്ഷൻ ഡിഫ്ലക്ഷൻ സേഫ് ആക്കാം? സിമ്പിൾ, കമ്പി മാറ്റാണ്ട് കോൺക്രീറ്റിന്റെ ഡെപ്ത് മാറ്റിയാൽ മതി. ഇപ്പൊ ഇത് 110 എന്നുള്ളത് ഒരു 150 ആക്കി നമുക്ക് നോക്കാം. ഇതുണ്ടോ, സേഫ് ആയി. സെയിം സ്ലാബ് തന്നെ ജസ്റ്റ് ഒന്ന് ഡെപ്ത് മാറ്റിയപ്പോ, ചെറിയൊരു ഇത്തിരി കോൺക്രീറ്റ് കൂട്ടിയപ്പോഴത്തേക്കും കമ്പി കൂട്ടാണ്ട് തന്നെ എനിക്കത് സേഫ് ആയി കിട്ടിയതുണ്ടോ. കമ്പി 300 വരുന്നുള്ളൂ. അപ്പൊ എനിക്കിതിന് അത്രയും കൂട്ടണ്ട, ഒരു 130 ആക്കി നോക്കാം. 130യിലും ഓക്കെയാണ്. എക്സിക്യൂട്ട് ഒത്തിരി തവണ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇപ്പൊ 100 ആയി. 110ലേക്ക് പോയി നോക്കുമ്പോ ഇവിടെ ലോഡ് മാറി. അതുകൊണ്ടാട്ടോ 150. അതുപോലെ തന്നെ ഇവിടെ ലോഡ് 30. എന്നാലും ഡിഫ്ലക്ഷൻ സേഫ് ആണ്. 8/170 ആണ് കേട്ടോ. ആക്ച്വലി സോറി, എനിക്ക് നേരത്തെ മിസ്റ്റേക്ക് വന്നാൽ ഇവിടെ ലോഡ് മാറിയ കേസ് ശ്രദ്ധിച്ചില്ല. ഇനി എനിക്കിത് എത്ര വരെയും കുറയ്ക്കാം എന്നൊന്ന് നോക്കാം നമുക്ക്. 30 ലോഡ് തന്നെ 130 വരെയും പോവാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി കളിക്കാം. ഇത് നമ്മള് മാനുവലി ഡിസൈൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഒരു 5-10 മിനിറ്റ് എഴുതി കൂട്ടി വരാൻ സമയമെടുക്കും. എക്സലിലൊക്കെ ചെയ്യാം, പക്ഷെ അപ്പൊ എന്താ പറയുക, കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ ഇനി എനിക്ക് എഡ്ജ് കണ്ടീഷൻ മാറ്റി നോക്കണം എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജ് കണ്ടീഷൻ മാറ്റി. ഇത് തന്നെ നമ്മള് മാനുവലാ ചെയ്യുന്നെങ്കിൽ എഡ്ജ് കണ്ടീഷനിൽ ആൽഫ, ഞാൻ ഇന്നലെ അനക്സ് ഡിയിൽ പറഞ്ഞില്ലായിരുന്നോ, മൊമെന്റ് ഇസ് ഈക്വൽ ടു ആൽഫ WLX² എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ ആൽഫ വാല്യൂ എഡ്ജ് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നതിലും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഡ്ജ് കണ്ടീഷൻസ് മാറ്റി ഒക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് ഡിസൈൻ പ്രൊസീജിയർ ആണ് ഞാൻ നേരത്തെ കാണിച്ച ഹെൽപ്പ് ഡോക്യുമെന്റിലുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഇത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ സ്ലാബിന്റെ സൈസ് വലുതാക്കാം, അല്ലെങ്കിൽ ചെറുതാക്കോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എളുപ്പം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സെയിം ലോഡ് കണ്ടീഷനിൽ സ്ലാബിന്റെ സൈസ് മാറി എഡ്ജ് എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. ഡിഫ്ലക്ഷൻ എത്ര വരും? 0.49. അത്രയും കുറവ് വരുന്നുള്ളൂ. നമുക്ക് 7 വന്ന സ്ഥാനത്ത് 0.49 വരുന്നുള്ളൂ.
എന്ത് പറഞ്ഞപ്പോ LX ചെറുതായപ്പോ. ഇനി ഇതേ LX തന്നെ 4.5 ആകുമ്പോ ലോഡ് ഒന്നും മാറിയില്ല, ഡെപ്ത് ഒന്നും മാറിയില്ല, റിഫ്ലക്ഷൻ നേരെ കൂടി. ഓക്കെ, അപ്പൊ അതിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ലാബിന്റെ സൈസ് ചെറുതാണെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഒരേ തിക്നെസ്സിനും ഒരേ ലോഡിനും ഒരേ എഡ്ജ് കണ്ടീഷനും. അത് തന്നെ സ്ലാബ് സൈസ് കൂടുമ്പോൾ സെയിം കണ്ടീഷൻസിൽ സ്ലാബ് സൈസ് കൂടുന്തോറും അതിന്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, റിഫ്ലക്ഷൻ കൂടി വരും. ഓക്കെ, ഇത്രയും ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ഈ ഷിയർ എൻഹാൻസ്മെന്റിന്റെ കാര്യം ഞാൻ നെക്സ്റ്റ് ഡേ പറഞ്ഞു തരാം. അത് IS കോഡ് വെച്ചിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഉണ്ട്, അത് വെച്ച് പറഞ്ഞുതരാം. അതുപോലെ ഈ ലിവർ ആമിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളതും നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോ ഇത് സിംഗിളി റീഇൻഫോഴ്സ് എന്നുള്ള കണ്ടീഷനിലാണ് നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടുന്നത്. ഡബിളി റീഇൻഫോഴ്സ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് പോവേണ്ടി വരുമോ എന്നുള്ളത് ഇവിടെ സപ്പോർട്ട് മൊമെന്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം MX സപ്പോർട്ടിൽ എത്രയാണ്, മിഡ് സ്പാനിൽ എത്രയാണ്. ഇതെല്ലാം നമ്മളുടെ എഡ്ജ് സ്ട്രിപ്പ്, മിഡിൽ സ്ട്രിപ്പ് അതിനൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണോ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മീറ്റിംഗ് ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കോൺക്രീറ്റിംഗ് ഉണ്ടെന്ന്, അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടാം, അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ.